വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട എൻ്റെ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട എൻ്റെ സഹപാഠി സുഹൃത്തുക്കളെ, മറ്റു നാട്ടുകാരെ, അള്ളാഹു നമുക്ക് ഈമാൻ നൽകിയത് വലിയൊരു അനുഗ്രഹമാണ്. ഏറ്റവും വലിയ ഈ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് നന്ദി പറയൽ നമ്മുടെ ബാധ്യതയാണ്. നന്ദി രണ്ട് രൂപത്തിലാവാം. അള്ളാഹുവേ, നീ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്, അതിന് സർവസ്തുതി എന്ന് പറയലാണ് വാക്കുകൾ കൊണ്ടുള്ള നന്ദി. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കുക എന്നതാണ് പ്രവർത്തനം കൊണ്ടുള്ള നന്ദി. നന്ദിയുടെ യഥാർത്ഥ രൂപവും നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. അള്ളാഹു ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കുമ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ചു തന്നതുപോലെ ചെയ്യുമ്പോഴാണ് ചെയ്യൽ നമുക്ക് നിർബന്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യക്ക് സുന്നത്ത് എന്ന് പറയുന്നു. അഥവാ സുന്നത്ത് അനുസരിച്ച് ജീവിക്കൽ നമുക്ക് അനിവാര്യമാണ്. പ്രവാചകത്തെ പിൻപറ്റി ജീവിക്കുമ്പോൾ അള്ളാഹു നമ്മളെ തൃപ്തിപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷിക്കുകയും അതിലൂടെ നമ്മുടെ ജീവിതം സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതായി തീരുകയും ചെയ്യും. قال الله تعالى في القرآن الكريم بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد كان لكم في رسول الله أسوة حسنة. നിശ്ചയം നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ റസൂലിൽ ഉത്തമ മാതൃകയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തീർച്ചയായും സ്വന്തം മാതാപിതാക്കൾ, സന്താനങ്ങൾ, മറ്റു ജനങ്ങൾ എന്നിവയേക്കാൾ ഞാൻ നിങ്ങൾക്ക് പ്രിയങ്കരനായി തീരുന്നതുവരെ നിങ്ങളിലാരും സമ്പൂർണ്ണ മുഅ്മിനായി തീരുകയില്ല. പ്രിയമുള്ളവരെ, ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾക്ക് സന്മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ പരിശുദ്ധ ജീവിതം നമുക്ക് സമ്പൂർണ്ണ വഴികാട്ടിയാണ്. അത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഏതെല്ലാം ഘട്ടങ്ങളിലാണ് ഇസ്ലാം വളർന്നു വന്നതെന്നും അതിനുവേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര കഷ്ടപ്പെട്ടുവെന്നും ജനങ്ങളെ എങ്ങനെയെല്ലാം പ്രബോധനം ചെയ്തു എന്നും അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എങ്ങനെയാണ് സഹായിച്ചതെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനുവേണ്ടി എത്ര കഷ്ടപ്പെട്ടു എന്നും നമുക്ക് കാണാം. പ്രിയമുള്ളവരെ, വിശുദ്ധ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധ ജീവിതചര്യ പിൻപറ്റി ജീവിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇത്രയും പറഞ്ഞു കണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു